അങ്ങനെ രാഹുൽ സദാശിവം അടുത്തൊരു വെടിക്കെട്ടായിട്ട് വന്നിട്ടുണ്ട്. ഡീസറെ ഒരു അടിപൊളി മൂവിയാണ്, വേർത്താണ്, മസ്റ്റ് വാച്ച് സാധനമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തിയേറ്ററിൽ പോയി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഒരു ഹൊറർ ജോണറായി നമ്മൾ ഇഷ്ടംപോലെ സിനിമകൾ കണ്ടിട്ടുണ്ടോ, എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടോ. നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും കാണണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടു മടുത്തതല്ലാതെ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, ഈ ഒരു ജോണറയിൽ പുതുതായിട്ട് എന്തെങ്കിലും കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ പടം മസ്റ്റ് വാച്ചാണ്. നിങ്ങൾ തീർച്ചയായും പോയി കണ്ടിരിക്കണം. അതായത് ഇങ്ങനത്തെ ഒരു പടത്തിൽ കുറേ ജംസ്കേഴ്സ് ഇട്ടുകൊണ്ട് ഒരിക്കലും ഒരു പ്രേതപ്പടം വന്നില്ല, ഇല്ലെങ്കിൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ വേണ്ടി അങ്ങനെ വേണമെങ്കിൽ പേടിപ്പിക്കുക എന്നുള്ളൂ. അല്ലാതെ എന്താ പറയുക, ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും നോക്കിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും എന്താ പറയുക, മ്യൂസിക് ആണെങ്കിലും സൗണ്ട് ഡിസൈൻ ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, പാക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ജംസ്കേഴ്സ് ഒന്നും അധികമില്ല, എന്നാൽ ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സീൻസും ഇല്ലെങ്കിൽ ഒരുപാട് ഷോട്ടുകളും കാര്യം നമ്മളങ്ങ് അതിൽ ലയിച്ചിരുന്നു. നമുക്ക് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെ, ലൈക്ക് ആ ഒരു മൂവിയിൽ ആക്ടേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാണുന്ന വ്യൂവേഴ്സിനും തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ്. ഞാൻ മൂവി കണ്ടത് ഇന്നലെ നൈറ്റ് ആയിരുന്നു. ഇന്ന് രാവിലെയാണ് ഞാൻ റിവ്യൂ ഇടുന്നത്. സോ എൻ്റെ പ്ലാനിൽ ഞാൻ ഇന്നലെ രാത്രി തന്നെ മൂവി കണ്ട് വന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ബട്ട് എനിക്ക് പറ്റിയില്ല. കാരണം ഇങ്ങനെ എൻ്റെ മൈൻഡിൽ കിടക്കുക, ചില സീനൊന്നും ഇങ്ങനെ വിട്ടുപോകാതെ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. ഞാൻ ഇന്ന് രാവിലെയാണ് എടുക്കുന്നത്. സോ ഈ മൂവിയുടെ ഒരു എന്താണ് ഇതിൻ്റെ വിജയം തന്നെ അതാണ്. ലൈക്ക് ആൾക്കാരുടെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല. എല്ലാ മൂവീസ് കാണുമ്പോൾ നമുക്ക് അതുപോലെ വന്നൊന്നുമില്ല. ഒരു പ്രേതപ്പടം നമ്മൾ കണ്ടു, അത് ചില ഷോട്ട് ആ സമയത്ത് പേടിച്ചു, പിന്നെ അത് വിട്ടുപോയി. ഇപ്പോൾ പിന്നെ അതൊന്നുകൂടെ കാണുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്നതായിട്ടൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതവിടെ പോയി. ഈ മൂവിയിൽ അത് കണ്ടു കഴിഞ്ഞ് വന്നിട്ട് ഇത്ര നേരമായിട്ടും നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ പോവാതെ മൈൻഡിൽ കിടക്കുകയാണ്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് ഈ മൂവിയുടെ ഒരു സക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള മൂവീസ് ഉള്ളതല്ല, ലൈക്ക് ഭൂതകാലം ആണെങ്കിലും ബ്രഹ്മയുഗം ആണെങ്കിലും ഇപ്പോൾ ഈ DSR, ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഭൂതകാലമാട്ടോ. കാരണം അത് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു സ്ലോ പേസിലാണ് മൂവി പോകുന്നതെങ്കിലും എവിടെയൊക്കെ ആൾക്കാരെ പേടിപ്പിക്കാൻ പറ്റുമോ അത് ഭയങ്കര കാമായിട്ടുള്ള രീതിയിൽ തന്നെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു മൂവിയാണ് ഭൂതകാലം. ഇതങ്ങനെയല്ല, ഇത് പെട്ടെന്ന് ഓരോന്ന് കാണിച്ചു തന്നുണ്ട്. ഒട്ടും ലാഗില്ല പടത്തിന്, എവിടെയും ലാഗ് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം വേഗമാണ് കാണിച്ചു തന്നത്. റൺ ടൈം ഏകദേശം ഒരു 1 hour 55 minutes ഉണ്ട്. സോ അതുകൊണ്ട് വേഗമാണ് കാര്യങ്ങൾ കാണിച്ചു പോകുന്നത്. എന്നാലും കാണുന്ന വ്യൂവേഴ്സിനെ ഒട്ടും ബോറടിപ്പിക്കാത്ത വിധത്തിലാണ് ഈ മൂവിയുടെ മേക്കിംഗ് എന്ന് പറഞ്ഞത്. സോ ഇതിൽ പ്രണവ് മോഹൻലാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയുടെ കിടിലൻ അഭിനയമാണ് ഇതിൽ. ബാക്കി പഴയ പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ പുള്ളിയുടെ മാത്രമല്ല, ഇപ്പോൾ ബാക്കി ആക്ടേഴ്സും ഇതിൽ ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ മൂവി ഇങ്ങനെ ഒരു സക്സസ് കിട്ടാൻ കാര്യം. ഒരു യൂഷ്വൽ കാണുന്ന ഒരു പ്രേതപ്പടമായിട്ടല്ല എനിക്ക് തോന്നി. കാരണം ഇത് നമ്മുടെ A24 മൂവീസൊക്കെ പോലെ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ആ ഒരു സ്റ്റൈൽ മേക്കിംഗ് ആയിട്ട് എനിക്ക് ഭയങ്കര സാമ്യം തോന്നി. ഇതിനി നിങ്ങൾ OTTയിൽ ഇറങ്ങിയിട്ട് കാണാൻ വെയിറ്റ് ചെയ്തത്. കാരണം ഇത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിലോ TV-യിലോ ഒന്നും കണ്ട ആ ഒരു ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് പേടി വരും. പക്ഷെ ആ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ആ ഒരു ബിഗ് സ്ക്രീനിൽ വിത്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു സൗണ്ട് ഡിസൈനൊക്കെ അടിപൊളിയാണ്. സോ അതൊക്കെ വച്ച് നിങ്ങൾ തിയേറ്ററിൽ എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ എഫക്റ്റ് കിട്ടുന്നത്. സോ മാക്സിമം നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണാൻ തന്നെ നോക്കുക. ഈ മൂവിലൊരു ഇൻ്റർവെൽ പഞ്ച് സീൻ ഉണ്ട് പോലെ കിടിലൻ സാധനമാണ്. എങ്ങനെയൊക്കെ ആ ഒരു സീൻ ക്രീപ്പിയൊക്കെ, ഇല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് വ്യൂവേഴ്സിനെ മാക്സിമം പേടിപ്പെടുത്താം, ആ രീതിയിലാണ് ആ ഒരു സീൻ എടുത്തു വെച്ചേക്കുന്നത്. എനിക്ക് ഈ മൂവിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീനും അതാണ്. സോ മാക്സിമം ഇത് തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക, പേടിയുള്ള ആൾക്കാരാണെങ്കിൽ പോയി കാണരുത്. അല്ലാതെ തിയേറ്ററിൽ വന്നിട്ട് ഈ പേടിയുള്ള സീൻ വരുമ്പോൾ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, സ്ഥിരം കാണുന്ന ആ കാര്യങ്ങൾ, അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കാം. എനിക്ക് എന്തോ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും കിട്ടിയില്ല. നല്ലൊരു ഓഡിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഭയങ്കര ക്വയറ്റായിട്ടിരുന്ന് അങ്ങനത്തെ സീനൊക്കെ വരുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലെടുത്ത് അങ്ങനെ ഒരു നല്ലൊരു ഓഡിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. ബട്ട് എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. സോ മാക്സിമം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ